ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ റെസിപ്പി കുട്ടികളുടെയും വലിയവരുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള കുൽഫിൻ്റെ റെസിപ്പിയാണ്. ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് കുൽഫിൻ്റെ മോൾഡോ ഒന്നും ആവശ്യമായിട്ടില്ല. ഈ ഒരു ചൂടിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ക്രീമി ആയിട്ടുള്ള ഈ ഒരു കുൽഫി എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ കുൽഫി ഉണ്ടാക്കിയെടുക്കാനായിട്ട് 1 ലിറ്റർ പാലാണ് ആവശ്യമായിട്ടുള്ളത്. അതൊരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിൽ 4 കപ്പ് പാലാണ് എടുത്തുള്ളത്. ഇനി മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ പാലൊന്ന് തിളച്ചിട്ട് വരട്ടെ. പാലിതാ നല്ല പോലെ തന്നെ തിളച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ പാലിനെ ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. മൊത്തത്തിൽ വറ്റിച്ചെടുക്കണ്ട. ഈ ഒരു 4 കപ്പ് പാലിൽ നിന്ന് 1 കപ്പ് ഒന്ന് വറ്റിച്ചെടുക്കണം. 3 കപ്പായിട്ട് വേണം കിട്ടാനായിട്ട്. ഇനി കൈ വെക്കാതെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ തവി ഈ രീതിയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും പാല് പുറത്തേക്ക് തൂകിയിട്ട് പോണ ഒരു പ്രശ്നം വരില്ല. ഇനി ഇതിലേക്ക് ഈ ഒരു രീതിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിയിട്ട് വന്നാൽ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതവിടെ ഇരുന്ന് വറ്റി വരട്ടെ. ഈ ഒരു സമയം കൊണ്ട് ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കായിട്ട് ഒരു 7 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ടി ഒരു മിക്സ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഏറ്റവും ടേസ്റ്റ്. ഇതുപോലെ ഒരു മിക്സ് ചേർക്കുമ്പോഴാണ് കുൽഫിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകുള്ളൂ. കൂടെ തന്നെ ഇതിലേക്ക് ഒരു 7 ബദാമും കൂടി എടുത്തിട്ടുണ്ട്. നിങ്ങളെ കയ്യിൽ ഏതെങ്കിലും ഒരെണ്ണം ഉള്ളെങ്കിൽ അതെടുത്താലും മതിയാകും. കൂടെ തന്നെ ഒരു 10ഓ 12ഓ പിസ്തയും കൂടെ ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. 3ഉം കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഒത്തിരി പൊടിച്ചെടുക്കണ്ട. ഒരുപാടിട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ ഇതിത്തെ എണ്ണ ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പൊടിയണ വരെ മാത്രം പൊടിച്ചെടുത്താൽ മതിയാകും. ഇതാ ഈ ഒരു രീതിയിൽ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു മിക്സ് ആണ് കേട്ടോ ഈ കുൽഫിലേക്ക് ചേർക്കുന്നത്. ഇതൊരു ബൗളിലേക്ക് അങ്ങ് മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. നിങ്ങളെ കയ്യിൽ ഏതെങ്കിലും ഒരു നട്ട്സ് ഉള്ളെങ്കിൽ അത് പൊടിച്ചെടുത്താലും മതിയാകും. ഇതാ മൊത്തത്തിൽ ഒരു ബൗളിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് കസ്റ്റേർഡ് പൗഡറാണ് ചേർക്കുന്നത്. ഈ ഒരു കസ്റ്റേർഡ് പൗഡർ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും. കൂടെ തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. കൂടുതൽ ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ക്രീമി ആയിട്ട് വരും. ഇനി 1 ടീസ്പൂണ് കോൺഫ്ലവറാണ് ചേർക്കുന്നത്. 3ഉം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പൗഡറാണ് കേട്ടോ കുൽഫിൻ്റെ പൗഡറായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും. അപ്പോൾ ആവശ്യത്തിന് പാലിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് റെഡിയാക്കി എടുത്താലും മതി. അപ്പോൾ കുൽഫിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ എടുത്തിട്ടുണ്ട്. തീ ഓൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് നല്ലോണം നിറച്ചിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുമ്പോഴാണ് പെട്ടെന്ന് മെൽറ്റായിട്ട് വരുള്ളൂ. ഈ ഒരു രീതിയിൽ പഞ്ചസാര ഒന്ന് മെൽറ്റായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഹൈ ഫ്ലെയിമിലാക്കി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞിട്ട് കളറും മാറും, ഇതിൻ്റെ ടേസ്റ്റ് മാറിയിട്ട് വരും. ഇനി ഏറ്റവും ലോ ഫ്ലെയിമിൽ നല്ല പോലെ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം. പഞ്ചസാരയൊക്കെ നല്ല പോലെ മെൽറ്റായിട്ട് നല്ലൊരു കളറായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. പഞ്ചസാര ഒന്ന് മെൽറ്റായിട്ട് ചെറുതായിട്ട് കളർ മാറിയാൽ മതി. ഒരുപാട് ഡാർക്ക് കളറാവണ്ട. ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ വറ്റി വന്നിട്ടുള്ള ഈ ഒരു പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. പാൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പാൽ 3 കപ്പായിട്ട് വറ്റിയിട്ട് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ ഒരു ക്യാരമൽ ചൂടോട് കൂടിയിട്ട് ചേർത്ത് കൊടുക്കുക. ചേർത്തെടുക്കുമ്പോൾ തീ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ ആകെ തെറിച്ചിട്ട് വരും. നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന പാലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതിൽ മെൽറ്റായിട്ട് വന്നോളും ഈ ഒരു ക്യാരമലൊക്കെ. ഇതുപോലെ ഫുള്ളായിട്ട് മെൽറ്റായിട്ട് നല്ലൊരു കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുള്ള ആ ഒരു പൗഡർ മൊത്തത്തിൽ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇത് പാലിൽ കലക്കിയിട്ട് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. എങ്ങനെ തന്നെ ചേർത്താലും കട്ട കുത്തൊന്നുമില്ല. ഇനി ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം. ഈ ഒരു ഇതിലെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് തിക്കായിട്ട് വരണം.
ഇതാ നല്ല പോലെ തിളച്ചിട്ട് ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും തിക്കായിട്ട് വേണം കിട്ടാനായിട്ട്. ഇതാ ഈ ഒരു തിക്നെസ്സിൽ വന്നാൽ നല്ല ക്രീമി ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള കുൽഫി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇത്രയും മതി. ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തണുക്കാനായിട്ട് അങ്ങ് മാറ്റി വെക്കാം. ഇതാ ഇതിവിടെ തണുത്തിട്ട് ഒന്നും കൂടെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിന് ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം. ഈ ഒരു തരികളൊക്കെ ഒന്ന് നല്ല സ്മൂത്തായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നട്ട്സൊക്കെ ഇതിലിങ്ങനെ അടിച്ചെടുക്കുമ്പോൾ ഒരു നല്ല ഫ്ലേവറും കൂടെ കിട്ടും. അപ്പോൾ മൊത്തത്തിൽ ഇതാ മിക്സിന് ജാറിലേക്ക് ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് അടിച്ചിട്ടെടുക്കാം. ഇതാ ഈ ഒരു രീതിയിൽ നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഇതാ ഇതുപോലത്തെ പേപ്പർ കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങളെ കയ്യിൽ ഇതില്ലെങ്കിൽ സാധാരണ സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലും ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇതുപോലത്തെ പേപ്പർ കപ്പ് എടുക്കുമ്പോൾ കുറച്ച് നല്ല വലുത് നോക്കിയിട്ട് തന്നെ എടുക്കുക. എന്നാലും നല്ല ഹൈറ്റും കാണാൻ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. ഏറ്റവും കുഞ്ഞിതെടുത്താൽ ചെറുതായിട്ട് കിട്ടത്തുള്ളൂ. ഇതിലേക്ക് ഇത് മുക്കാൽ ഏകദേശം നിറച്ചിട്ട് തന്നെ ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം. ഞാൻ 5 ഗ്ലാസ്സിലാണ് കേട്ടോ സെറ്റ് ചെയ്യണത്. ഈ അളവ് വെച്ചിട്ട് കറക്റ്റായിട്ട് 5 ഗ്ലാസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. മൊത്തത്തിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിന് മുകളിൽ ക്രിസ്റ്റലൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇതില്ലെങ്കിൽ ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ചെയ്താലും മതി. ഇതാ മൊത്തത്തിൽ ഫോയിൽ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നടുവിലായിട്ട് ചെറിയൊരു ഹോൾസ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് ഒരു സ്റ്റിക്ക് വെച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാത്തിനും ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കുക. ഇനി സ്റ്റിക്കായിട്ട് നമ്മൾ ഐസൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുമ്പോൾ ആ സ്റ്റിക്ക് ഉണ്ടല്ലോ, അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കാണാൻ ഒരു ഭംഗി ഉണ്ടാവും ഇതുപോലത്തെ സ്റ്റിക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇതാ എല്ലാത്തിലും സ്റ്റിക്കൊക്കെ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് ഫ്രീസ് ചെയ്തിട്ട് എടുക്കാം. ഒരു ഓവർനൈറ്റ് വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 6-7 മണിക്കൂറെങ്കിലും വെക്കുക. ഓവർനൈറ്റ് വെക്കുമ്പോഴാണ് പെട്ടെന്ന് നല്ല ക്രീമി ആയിട്ട് കട്ടിയായിട്ട് വരുള്ളൂ. അപ്പോൾ ഇതാ എല്ലാതും ഫ്രീസറിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുൽഫി ഇതാ റെഡി ആയിട്ടുണ്ട്. ഒരു ഓവർനൈറ്റ് വെച്ചതിന് ശേഷം പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഒരു ഫോയിൽ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ. ഫോയിൽ പേപ്പർ വെക്കണമെന്നില്ല, ഉണ്ടെങ്കിൽ ഒന്ന് കവറായിട്ട് കിട്ടും. ഇതിൽ ക്രിസ്റ്റലൊന്നും വരാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ടുള്ളത്. മൊത്തത്തിൽ ഇതാ ഫോയിൽ പേപ്പർ മാറ്റിയിട്ടുണ്ട്. ഈ നല്ല ഈസിയാണ് ഇതിന് എടുക്കാനായിട്ട്. ഇതുപോലെ കത്രിക വെച്ചിട്ട് സൈഡിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാകും. പേപ്പർ കപ്പ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ക്രീമി ആയിട്ടുള്ള ഐസായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കുൽഫി എന്തായാലും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാവും. അപ്പോൾ ഈ ഒരു ചൂട് സമയത്ത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണേക്കാട്ടും ഏറ്റവും നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ കുട്ടികൾക്ക് ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ചെറുതായിട്ട് പിസ്ത പൊടിച്ചതൊന്ന് ഇട്ടുകൊടുത്തിട്ടുണ്ട്. നിർബന്ധമില്ല കേട്ടോ, കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്